ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായിട്ട് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഒക്കെ ഒന്ന് തന്നെയാണ്, എന്നാലും ഇരിക്കട്ടെ എന്ന്. ഇനിയിപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് വൈകുന്നേരമാണ് കേട്ടോ. എന്നും നമ്മളൊരു രാവിലെ മോർണിംഗ് റൊട്ടീൻ ഉച്ചവരെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ വീഡിയോ എടുക്കാറ്. ഇന്ന് വിചാരിച്ചു വൈകുന്നേരത്തെ വീഡിയോ എടുക്കുക എന്നുള്ളത്. അതിന് സ്പെഷ്യലി കാരണമുണ്ട് കേട്ടോ, അത് വഴിയേ കാണാം. അപ്പോൾ തുണി ഒരുപാട് മടക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൈയോടെ മടക്കി വെക്കുകയാണ്. മടക്കി അപ്പം തന്നെ അത് അലമാരയിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇത് കിടക്കുന്ന ബെഡിലൊക്കെ കൊടുന്നിടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഉപകാരമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ അതങ്ങോട്ട് മടക്കി വെക്കും കേട്ടോ. ചിലപ്പോൾ ചിലവർ പറയും വെറുതെയാണ് അവിടുന്ന് എടുത്തുകൊണ്ട് അപ്പുറത്തെ റൂമിൽ കൊണ്ടുപോയി ഇടും കിടക്കാൻ നേരത്ത് എന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ. ഞാൻ മാക്സിമം മടക്കി വെക്കാൻ വേണ്ടി നോക്കും കേട്ടോ. ബെഡ് നിറയെ തുണികൾ കിടക്കുന്ന കാണുമ്പോൾ ഭയങ്കര ഒരു നെഗറ്റീവ് എനർജിയാണ് കേട്ടോ. പോസിറ്റീവ് എനർജി എന്നല്ലേ സാധാരണ നമ്മൾ കേട്ടിട്ടുള്ളത്, പക്ഷേ ഒരു നെഗറ്റീവ് അടിക്കും കേട്ടോ. ഫുള്ള് തുണികളൊക്കെ അങ്ങനെ മടക്കാനും ഇതിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി പുതിയ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബെഡ്ഷീറ്റിനെ പറ്റിയിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ക്ലോത്ത് എങ്ങനെയാണ്, എന്താ പറയുക, കളറ് പോകുന്നുണ്ടോ എന്നൊക്കെ കേട്ടോ. ഞാനിപ്പോൾ ഒരു 3 തവണയെങ്കിലും ഇത് അലക്കിയിട്ടുണ്ടാകും. ഒരു കുഴപ്പമില്ല കേട്ടോ, കളറ് പോകുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. അതുപോലെ തന്നെ തനി കോട്ടൺ അല്ല കേട്ടോ, മിക്സഡ് ആണ് എന്നാണ് എൻ്റെ ഒരു ധാരണ. എനിക്ക് ക്ലോത്ത് ഏതാണെന്ന് എനിക്ക് കറക്റ്റ് അറിയൂല കേട്ടോ. പക്ഷേ വിരിച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിലൊരു നല്ല ബെഡ്ഷീറ്റ് എന്നുള്ളത് ഇപ്പോൾ ഇത് മാത്രമാണ് കേട്ടോ. ഇനി ഇൻഷാല്ലാ ഇങ്ങനത്തെ പ്ലെയിൻ ആയിട്ടുള്ള ബെഡ്ഷീറ്റ് വാങ്ങണം. ഇത് അടിപൊളിയാണ്. 330 രൂപയാണ് കേട്ടോ ഈ ഒരു ബെഡ്ഷീറ്റിന്. അപ്പോൾ അതാ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് പുതപ്പൊക്കെ നല്ല സെറ്റാക്കി വിരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളുടെ ബെഡ്റൂം ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ അതാ നമ്മൾ നേരെ കിച്ചണിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നോമ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് ചെയ്ത് തീർക്കണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു ചൂടോടുക്ക തന്നെ ചെയ്ത് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു മടിയൊക്കെ പിടിക്കും. അപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ നമുക്ക് നമ്മളുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ ഞാൻ ഇന്ന് 1-ാം തീയതിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നോമ്പെടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ചെയ്യണം എന്ന് തോന്നി കഴിഞ്ഞാൽ അപ്പം ചെയ്യും. അപ്പോൾ അങ്ങനെ നോമ്പെടുത്തതായിരുന്നു. നമുക്ക് പോയ നോമ്പ് ഒരുപാട് പിടിക്കാനുണ്ടാകും. അപ്പോൾ ഒരു മാസത്തിൽ എന്തായാലും നമുക്ക് എല്ലാ വ്യാഴവും എല്ലാ തിങ്കളൊന്നും നമുക്ക് നോമ്പ് കിട്ടിക്കൊള്ളണമെന്നില്ല. പീരിയഡ്സ് ടൈമിലൊക്കെ നമുക്ക് 1 വീക്കോളം അങ്ങനെ പോകുമല്ലോ. അപ്പോൾ ആദ്യത്തെ തിങ്കളും വ്യാഴമൊക്കെ പോകും. അപ്പോൾ ഒരു മാസം നമ്മൾ കരുതുന്ന പോലെ ചിലപ്പോൾ വ്യാഴവും തിങ്കളും മാത്രമായിട്ട് നോമ്പ് പിടിക്കൽ നടക്കൂല. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ ഇന്ന് ബുധനാഴ്ചയാണ്, എന്നാൽ കൂടെ ഇന്ന് നോമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നോമ്പ് തുറക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണ്. അപ്പോൾ ഇന്ന് കാക്കും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാക്കു വന്നപ്പോൾ കൊണ്ടുവന്നതായിരുന്നു കേട്ടോ ചിക്കന്. അപ്പോൾ കാക്കു വന്ന് ചിക്കൻ അവിടെ തന്നങ്ങാണ്ട് കാക്കു പിന്നെ ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാനിത് കിച്ചണിൽ കയറിങ്ങാണ്ട് കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അപ്പോൾ അതിന്ന് എല്ലില്ലാത്ത പീസ് ഒരു 3-4 എടുത്തുങ്ങാണ്ട് ഞാൻ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. സമൂസ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഫില്ലിങ്സൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് വേണ്ടിയിട്ടുള്ള സവാളയും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് വലിയ ആർഭാടായിട്ടൊന്നും നോമ്പ് തുറക്ക് ഉണ്ടാക്കുന്നില്ല, ചെറിയ രീതിയിലൊക്കെ കേട്ടോ. പിന്നെ നമുക്ക് ഇന്ന് രാത്രി ഒരു ഫംഗ്ഷൻ ഉണ്ട്, കല്യാണ തലേ ദിവസം ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകും കൂടെ വേണം. അപ്പോൾ പിന്നെ ചെറിയ രീതിയിൽ ചിക്കൻ സമൂസയും അതുപോലെ ചിക്കൻ കറിയും പിന്നെ കാക്കുവിനോട് ഞാൻ പൊറോട്ട കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ എന്താ പറയുക ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. രാത്രി ഫംഗ്ഷൻ ഉണ്ട്, പക്ഷേ അവിടുന്ന് ഫുഡൊക്കെ കഴിക്കുമ്പോഴേക്കും അത്യാവശ്യം ചിലപ്പോൾ നേരം വൈകും. നമ്മൾ നോമ്പെടുത്തതല്ല, അപ്പോൾ ആ ഒരു നോമ്പ് തുറക്കുന്ന ആ ഒരു ടൈമിൽ കഴിക്കാൻ വേണ്ടിയിട്ട് പൊറോട്ടയും സമൂസയാക്കാൻ വിചാരിച്ചിട്ടാണ്. സമൂസയ്ക്ക് എല്ലാവരും ഉണ്ടാക്കുന്ന കാരണം അതിൻ്റെ റെസിപ്പി വീഡിയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. അതവിടെ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ചിക്കൻ എടുത്തിട്ട് ഞാൻ ഇന്ന് പൊരിച്ചിട്ടാണ് കേട്ടോ ചിക്കന് ഒരു വരട്ടിയ രൂപത്തിലാണ് ഉണ്ടാക്കുന്നത്. പൊറോട്ടയിലേക്കായതുകൊണ്ട് ഒരുപാട് കറിയാക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നില്ല കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിലൊരു വരട്ടിയെടുത്ത ആ ഒരു രീതിയിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കിയിട്ടാണ് കേട്ടോ ഇന്ന് വരട്ടിയെടുക്കുന്നത്. അപ്പോൾ അത് ആ സമൂസയുടെ ഫില്ലിങ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ചിക്കനൊക്കെ ഞാൻ അതിലേക്ക് ഇട്ടുങ്ങാണ്ട് സെറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ആ ഒരു ചിക്കന് നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്.
ജസ്റ്റ് ഉപ്പും മഞ്ഞളും മുളകും മാത്രം ഇട്ടിട്ടാണ് കേട്ടോ ചിക്കൻ മാരിനേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പിന്നെ ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുകയാണ്. എപ്പോഴും ഒരുപോലെ ഞാൻ എല്ലാതും കൂടെ ഒന്നിച്ച് കുക്കറിലിട്ട് അങ്ങനെയൊക്കെയാണ് ചിക്കൻ കറി ഉണ്ടാക്കാറ്. ഇന്നൊന്ന് വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ചിക്കൻ ഫ്രൈ ആക്കിയിട്ടാണ് കേട്ടോ ചിക്കൻ വരട്ടി എടുക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ ഓരോ പാർട്ടായിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. അതിനിടയിൽ കാക്കു അവിടുന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതായിരുന്നു കേട്ടോ ദ്വീപ് ഹൽവ അങ്ങനെ എന്തോ ആണ് കേട്ടോ ഇത് പറഞ്ഞത്. നമ്മളുടെ ഈ വാഴയിലുണ്ടല്ലോ അത് ഉണങ്ങി കഴിഞ്ഞാലുണ്ടാവില്ലേ അതിൽ ഒരു ഹൽവ ഉണ്ടാക്കിയിട്ട് പുതിന മാതിരി ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നോമ്പല്ലേ അപ്പോൾ പിന്നെ ഓലൊക്കെ കഴിച്ചു. ഇൻ്റെത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കാക്കു പറഞ്ഞു നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാൻ പറഞ്ഞു. ഞാനിപ്പോൾ വോയിസ് കൊടുക്കണം, അതുവരെ ഞാൻ കഴിച്ചിട്ടില്ല. പിറ്റേ ദിവസമാണ് കേട്ടോ ഞാനിത് വോയിസ് കൊടുക്കണം. അതായത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ദിവസമാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത്. പിന്നെ ഞാനത് എടുത്തു വെച്ചിട്ട് ഞാൻ അതിൻ്റെ കാര്യം മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ചിക്കന് ഫ്രൈ ആക്കിയതിന് ശേഷം ഞാനിതാ സെക്കൻഡ് പാർട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് ഒരുപാട് ഡീപ്പ് ഫ്രൈ ആക്കി അങ്ങനെയൊന്നും എടുക്കുന്നില്ല കേട്ടോ. അതായത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിങ്ങാണ്ട് നല്ലോണം ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുകയാണ്, അത്രേ ചെയ്യുന്നുള്ളൂ. ഒരുപാട് വെന്തുടക്കുക അങ്ങനെ മൂപ്പിച്ച് ഭയങ്കര ക്രിസ്പി ആക്കി അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഒരു ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ എന്നറിയില്ല ആ ഒരു രൂപത്തിൽ കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ കോരിയെടുത്തതിന് ശേഷം ഉള്ളിയും കാര്യങ്ങളൊക്കെ ഇട്ടുങ്ങാണ്ട് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കാക്കു അവിടെ എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, സമൂസ ചുറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള പണികൾക്കൊക്കെ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും കേട്ടോ കിച്ചണിൽ. അപ്പോൾ ഇങ്ങനെയുള്ള പണിയെന്ന് മാത്രമല്ല അത്യാവശ്യം എല്ലാ പണികളിലും നമ്മൾ എന്ത് ജോലി എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിലൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, നെക്സ്റ്റ് വീഡിയോയിൽ കാക്കുവിനെ കാണിക്കുമെന്ന് വിചാരിച്ചിട്ട്. ആ കമൻറ്റ് വന്നിട്ട് കുറച്ച് ദിവസമായി, പക്ഷേ കാക്കു വന്നിട്ട് ഇന്നാണ് കേട്ടോ. കാക്കു വന്നത് അതുകൊണ്ടാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തായാലും കാക്കുവിനെ കാണിക്കുന്നുണ്ട് കേട്ടോ. കാക്കുവിനെ അങ്ങനെ എപ്പോഴൊന്നും വീഡിയോയിൽ കിട്ടാറില്ല, കാരണം നാട്ടിലില്ലാത്തതുകൊണ്ട് ഉണ്ടാകുമ്പോഴല്ലേ നമ്മൾ കൂടെ കൂട്ടുള്ളൂ. ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ കിച്ചണിൽ ഒന്നിച്ച് കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഒന്നിച്ചായിരിക്കും കേട്ടോ. എല്ലാത്തിനും ഹെൽപ്പറായിട്ട് നിന്ന് തരും, എന്ത് വേണമെങ്കിലും ചെയ്യാൻ. മെയിൻ ഷെഫ് ഞാൻ തന്നെ ആയിരിക്കും കേട്ടോ. ആ കാര്യത്തിലേക്ക് മൂപ്പര് ഇതാക്കൂല, ഇതുപോലെയുള്ള ഹെൽപ്പിംഗ് എല്ലാതും ചെയ്തു തരും. അപ്പോൾ ഇനിയിപ്പോൾ കാക്കു അവിടെ സമൂസ ചുറ്റിച്ചും കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിവിടെ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ വരട്ടിയെടുക്കുകയാണ്. വെള്ളം വരണ്ട, കുറച്ചെണ്ണ പറഞ്ഞാൽ മതി. ജ്യൂസ് അടിച്ചിട്ട് കണ്ടുണ്ടാവില്ലേ മതിയില്ലേ? പാക്കറ്റ് കൂടാറില്ല മറ്റേ അപ്പോൾ കണ്ടില്ലേ, ഇതൊക്കെയാണ് കേട്ടോ കാക്കു വന്നു കഴിഞ്ഞാൽ ഇവിടെ വീട്ടിലത്തെ അവസ്ഥ. മക്കളും പിന്നെ എങ്ങോട്ടും പോവുകയോ കാര്യങ്ങളൊന്നും ചെയ്യൂല, കൂടെ തന്നെ ഉണ്ടാകും കേട്ടോ. നമ്മൾ എല്ലാവരും കൂടെ കിച്ചണിൽ ഉണ്ടാകും. ആകപ്പാടെ ബഹളവും തിരക്കും ഒക്കെ കൂടെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ വോയിസ് ക്ലിപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ചില ടൈമിൽ ഞാൻ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അതിനിടയിൽ ചിലപ്പോൾ അയാനെക്കുട്ടി ഭയങ്കര കരച്ചിലും കാര്യങ്ങളും, അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഡിസ്റ്റർബ് ആവും. എന്നാൽ നമ്മളുടെ സംസാരങ്ങൾ കുറച്ചൊക്കെ ആയിട്ട് അത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ അത് ഇട്ട് കൊടുത്തിട്ട് ഇതാ സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ.
സമൂസ അവിടെ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ ചൂടായപ്പോൾ കുറച്ച് വെള്ളം തെളിച്ചാലോ എന്ന് ചോദിച്ചതായിരുന്നു. അപ്പോൾ വെള്ളം ഒഴിക്കേണ്ട, ആകെപ്പാടെ പൊട്ടിത്തെറിക്കുമല്ലോ, കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ എണ്ണ പാകാക്കി എടുത്തുകൊണ്ട് കാക്കു അവിടെ സമൂസ പൊരിച്ചും കൊണ്ടിരിക്കുന്നുണ്ട്. ചിക്കനും ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം ഏകദേശം ടൈം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ വേഗം ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ് കേട്ടോ. അപ്പോൾ മുസമ്പി ഓറഞ്ചും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുസമ്പി ജ്യൂസ് അടിക്കുന്ന മുസമ്പിയാണ് പറഞ്ഞു. അപ്പോൾ അത് വെച്ചിങ്ങാണ്ട് ജ്യൂസ് അടിക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഗ്യാപ്പിൽ ഞാൻ പറ്റുന്ന വോയിസ് ക്ലിപ്പുകളൊക്കെ നമ്മളുടെ സംസാരം കാര്യങ്ങളും ഒക്കെ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കിച്ചണത്തെ സംസാരം ആഡ് ചെയ്താൽ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാനെക്കുട്ടിയൊക്കെ ഭയങ്കര ബഹളം വെച്ചിട്ടായിരിക്കും കേട്ടോ സംസാരിക്കുക. ഓരുടെ കൂക്കലും ആർക്കലും അതുപോലെ അടിയൂടലും കരച്ചിലും ആകെപ്പാടൊരു തിരക്കും ബഹളമൊക്കെ ആയിരിക്കും അവരുടെ സംസാരം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാര്യമായിട്ട് വോയിസ് ഓവർ തന്നെ കൊടുക്കുന്നത്. നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ ഓൺ വോയിസിൽ സംസാരിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുക. പക്ഷേ അല്ലാന്നുണ്ടെങ്കിൽ ഓലും കൂടെ ഉണ്ടാകുമ്പോൾ നമുക്ക് നടക്കൂല കേട്ടോ. രണ്ടുപേരും കൂടെ ഉണ്ടെങ്കിൽ ഒരാൾ ഒറ്റക്കാണെങ്കിൽ അയാനെക്കുട്ടി എന്നോട് ഇങ്ങനെ എന്തെങ്കിലും പറയാമെന്നല്ലാണ്ട് ഇവായും അയാനെക്കുട്ടിയും കൂടെ ഉണ്ടാവുമ്പോൾ നടക്കൂല കേട്ടോ. രണ്ടുപേരും കൂടെ അടി കൂടിയിട്ടും ഒച്ച ഉണ്ടാക്കിയിട്ടും ഒക്കെ ആയിട്ട് ഭയങ്കര ബഹളവും തിരക്കുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓലെ വോയിസ് ഞാൻ ആഡ് ചെയ്യാത്തത്, ചിലത് ആഡ് ചെയ്യുകയും ചെയ്യുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ കാക്കുവിനോട് അങ്ങനെ ഓരോന്ന് പറഞ്ഞതാക്കിയിട്ടാണ് കേട്ടോ. ഞാനിവിടെ കാക്കു അവിടെ വേറെ എന്തോ പണിയെടുക്കുന്നുണ്ട്, ഞാനിവിടെ ഇതാ ജ്യൂസ് ആക്കുന്നുണ്ട്. അപ്പോൾ അത് തൊലിച്ചിങ്ങാണ്ട് കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനത് ഓറഞ്ചാണെന്ന് വിചാരിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കാക്കു ഞാനും അത് ഓറഞ്ചാന്ന് വിചാരിച്ചു, പിന്നെയാണ് പറഞ്ഞത് അത് ജ്യൂസ് അടിക്കണം മുസമ്പിയാന്ന് പറഞ്ഞു. പക്ഷെ അത് അടിച്ചേക്ക് കുടിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല തോന്നി. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര കയ്പ്പ് വരുന്നുണ്ട് കേട്ടോ. ആ ഒരു മുസമ്പിക്ക് ഭയങ്കര കയ്പ്പ് പറഞ്ഞാൽ ഭയങ്കര കയ്പ്പ് വരുന്നുണ്ട്. നമുക്ക് കുടിക്കാനേ കഴിയില്ല. നമ്മൾ നോമ്പ് ഇറക്കാനിരുന്നപ്പോഴും അതൊക്കെ തന്നെയായിരുന്ന അവസ്ഥ. കണ്ടില്ലേ, ഇതാണ് ഇപ്പച്ചി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള അവസ്ഥ കേട്ടോ. പിന്നെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ കാക്കു അവിടെ ഉണ്ടായിരുന്ന പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി തരികയാണ് കേട്ടോ. എന്താ പറയുക, അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ പതുക്കെ അവിടുന്ന് മുങ്ങാൻ നോക്കിയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാ നിങ്ങൾ ഇത്ര മടിക്കേണ്ട കാര്യം എന്താണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അവിടെ വന്ന് ബാക്കി പാത്രങ്ങളൊക്കെ കഴുകി തരുന്നുണ്ട് കേട്ടോ. ഭയങ്കര ഹെൽപ്പിംഗ് ആണ് കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ. ഇനിയിപ്പോൾ നമുക്കൊന്ന് വയ്യാന്നുണ്ടെങ്കിലും കാക്കു വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടെൻഷനും ഇല്ല. എല്ലാ കാര്യത്തിനും ഹെൽപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തു തരും കേട്ടോ. അത് ഇന്ന പണി എന്നൊന്നുമില്ല. ചിലർ വിചാരിക്കും, ചിലരുടെ കാര്യം പറഞ്ഞു കേട്ടോ, വീട്ടിൽ ഹെൽപ്പ് ചെയ്യണത് ഭയങ്കര കുറച്ചിലാണ് അല്ലെങ്കിൽ ഭയങ്കര എന്തോ പോലെയാണ്. പക്ഷെ അങ്ങനെയുള്ള വിഷയമൊന്നുമില്ല കേട്ടോ. അത് കാക്കൂന്നല്ല കേട്ടോ, ഇവരുടെ ഏട്ടനും അനിയനും ഉപ്പയും ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. കാക്കൂൻ്റെ ഉപ്പ ആയിക്കോട്ടെ, നമ്മളെന്തേലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തു തരണമെന്ന് ചോദിക്കും കേട്ടോ നമ്മളോട്. അതുപോലെ തന്നെ അനിയനാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്വന്തം ഭാര്യയ്ക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മളും ഇപ്പോൾ എന്തെങ്കിലും ചപ്പാത്തി ചുടുക അങ്ങനെ പരത്ത് അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും അനിയനാണെന്നുണ്ടെങ്കിൽ ഓനും കൂടിത്തരും, കാക്കും കൂടിത്തരും, അങ്ങനെയാണ്. പിന്നെ കാക്കു ആണെന്നുണ്ടെങ്കിലും താത്താനാണെങ്കിലും എന്താ തറവാട്ടിലായിരുന്ന ടൈമിലാണെന്നുണ്ടെങ്കിലൊക്കെ ഹെൽപ്പിങ്ങിന് കൂടും കേട്ടോ. അത് എല്ലാ പണിക്കും കൂടും. ഞാൻ പറയുന്നത് എടുത്താൽ മതി. ഇത് കുടിച്ചിട്ട് എന്തിനാ അടുത്ത് ആ അടിപൊളി. എങ്ങനെയാണ് എന്താണ് കാക്കു ഇങ്ങനെ വീഡിയോ നിർത്തുക പറഞ്ഞാണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ക്യാമറ ഇപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം നോക്കിയിട്ടുണ്ടായിരുന്നില്ല, അപ്പം എന്നെ കണ്ടിരുന്നില്ല. ഇപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചപ്പോൾ അയാനെക്കൂടി കാണുന്നില്ല എന്നുള്ളതൊക്കെ പിന്നെയാണ് കേട്ടോ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ നമ്മളിതാ ബാങ്ക് കൊടുത്തപ്പോൾ തന്നെ ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ പൊറോട്ടയും കഴിക്കുകയാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് കല്യാണ വീട്ടിൽ പോവാണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ കാര്യങ്ങൾ. എന്താ പറയുക,
അയനക്കുട്ടനോട് കാക്കു ജ്യൂസ് കുടിക്കരുത് എന്ന് പറഞ്ഞങ്ങാണ്ട് വെച്ചിക്കായിരുന്നു കേട്ടോ. കുടിക്കും എന്നുള്ളത് കാക്കൂന് അറിയാം. അപ്പോൾ ആദ്യം തന്നെ കുടിക്കരുത് എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് വെച്ചിക്കായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അത് അങ്ങനെ സംസാരിച്ചും കാര്യങ്ങളൊക്കെ ചെയ്തുങ്ങാണ്ട് വന്നാൽ പിന്നെ അങ്ങനെയാണ് കേട്ടോ. വിളിച്ചാലും പിന്നെ അതേപോലെ തന്നെയാണ്. ഞങ്ങളുടെ സംസാരം കയ്യേ ചെയ്യൂല. ഞാനാണ് കേട്ടോ ഏറ്റവും കൂടുതൽ വിളവളാന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക. പക്ഷെ എത്ര നേരം ഇരുന്നങ്ങാണ്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിലും അതങ്ങനെ കേട്ടുകൊണ്ടിരിക്കും കേട്ടോ. ഇനിയൊന്നും മിണ്ടാതിരുന്നാന്നുള്ളൊരു വാക്ക് പറയൂല. എന്തൊക്കെ ആയിക്കോട്ടെ, എന്ത് കാര്യം ആയിക്കോട്ടെ പറയുമ്പോൾ അങ്ങനെ കേട്ട് കുത്തിരിക്കും. എന്ത് കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും. അതിനിപ്പോൾ കുട്ടികളാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. കുട്ടികളെന്തെങ്കിലും പറഞ്ഞ് ചൊല്ലുകയാണെങ്കിലും അതൊക്കെ കേൾക്കും. എനിക്കാണെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരും കേട്ടോ. ഒരു കാര്യം തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പിന്നെ ശല്യപ്പെടുത്തി വരിക എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചീത്ത പറയുകയൊക്കെ ചെയ്യും. പക്ഷെ കാക്കും അങ്ങനെയൊന്നും ചെയ്യൂല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ആയിരുന്നു നമ്മളുടെ നോമ്പ് തുറൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും. പൊറോട്ടയും അതുപോലെ തന്നെ ചിക്കൻ വരട്ടിയതും സമൂസ കഴിച്ച് പിന്നെ നമ്മളിതാ പൊറോട്ടയും ചിക്കൻ വരട്ടിയതും കൂടെ കഴിക്കുകയാണ്. പൊറോട്ട കുറച്ച് പരിതാപകരമായിരുന്നു, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ. ആ ഒരു ടൈമിൽ ഇപ്പോൾ നോമ്പൊന്നുമല്ലല്ലോ, അതുകൊണ്ട് ചൂട് പൊറോട്ടയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നോമ്പൊക്കെ തുറന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഒന്ന് ഫ്രഷൊക്കെ ആയതിന് ശേഷമാണ് പിന്നെ കിച്ചണിൽ വന്നിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് പോകുന്നതിന് കല്യാണ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് കാക്കു കൊണ്ടുവന്ന സാധനങ്ങളാണ്. അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം കേട്ടോ. ഒക്കെ അങ്ങനെ ഇട്ട് പോവാൻ തോന്നിയില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം. അപ്പോൾ ലഡു കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അവസ്ഥയാണ്, ഈ ബാഗിലിട്ട് കൊണ്ടുവന്നിട്ട് ഉടഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഫ്രിഡ്ജിലോട്ട് വെക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ബോക്സിലാക്കിയിട്ട് വെക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മളുടെ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാക്കു വന്നപ്പോൾ കൊണ്ടുവന്നതായിരുന്നു. ഇതിങ്ങനെ എന്താ പറയുക, ഉണക്കി പൊടിച്ചിങ്ങാണ്ട് കിട്ടൂലേ, അങ്ങനെ വാങ്ങുന്നതാണ് കേട്ടോ. കാക്കു അവിടുന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ഇനി എന്താ പറയുക, അതൊക്കെ ഒന്ന് ബോക്സിലാക്കട്ടെ. അപ്പോൾ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ആക്കാനും മറന്നു പോകരുത്. എന്തായിക്കോട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. ഇനിയിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ കുറച്ചായിട്ട് വരുന്ന കമൻറ്റാണ് എൻ്റെ പേരെന്താണെന്ന് ചോദിച്ചിട്ട്. എൻ്റെ പേര് ഹുസ്ന എന്നാണ് കേട്ടോ. HUSNA ഹുസ്ന എന്നാണ് കേട്ടോ എൻ്റെ പേര്. അപ്പോൾ ഒരു 3-4 കമൻറ്റോളായിട്ടോ അപ്പോൾ ഇങ്ങനെ ചോദിച്ച് വരുന്നു പേരെന്താന്നൊക്കെ ചോദിച്ചിട്ട്. വീട് എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പാലക്കാട് മണ്ണാർക്കാട് ഭാഗത്ത്, മണ്ണാർക്കാട് ടു പെരിന്തൽമണ്ണയുടെ ഉള്ളിൽ കൊടക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ കാക്കുവിൻ്റെ വീട്. എൻ്റെ സ്വന്തം വീട് എന്ന് പറയുന്നത് അവിടുന്ന് കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ നാട്ടുകൽ പാലോട് എന്ന് പറയും കേട്ടോ. അവിടെയാണ് എൻ്റെ വീട് കേട്ടോ. അപ്പോൾ അതൊക്കെ കമൻറ്റിൽ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇത്താടെ വീട് എവിടെയാണ്, ഹസ്ബൻഡിൻ്റെ വീട് എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് പേര് എന്താ പറയുക ഡെയിലി വീഡിയോ കാണാറുണ്ട്, വീഡിയോ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റ് ഉണ്ടായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ. നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നതിന് നിങ്ങളുടെ കമൻസാണ് കേട്ടോ നമ്മളുടെ ഒരു റിസൾട്ട് എന്ന് പറയണത്. അപ്പോൾ അങ്ങനെ ഞാൻ റെസ്റ്റൊക്കെ എടുത്ത ടൈമിൽ കാക്കുതാ കിച്ചണിൻ്റെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കാനുള്ളൂ, പാത്രം കഴുകാനൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിങ്ങാണ്ട് എടുക്കുകയാണ്. പിന്നെ അതൊക്കെ കഴുകിയിട്ട് എവിടെ വെക്കുകയെന്നൊന്നും അറിയൂല കേട്ടോ. കാരണം അങ്ങനെ എപ്പോഴും കിച്ചൺ യൂസ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ കഴുകിയൊക്കെ കൗണ്ടർ ടോപ്പിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെച്ച് എന്താ പറയുക ഇനിയിപ്പോൾ കൗണ്ടർ ടോപ്പും ഒക്കെ ക്ലീനാക്കി മൊത്തത്തിൽ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങാന്ന്. അപ്പോൾ ഈ ഒരു ചുരിദാറാണ് കേട്ടോ ഞാൻ ഇടുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇത് കാക്കു സുഡിയോന്ന് കൊണ്ടുവന്നതായിരുന്നു കേട്ടോ. ഇപ്പോഴല്ല, ഇത് കുറച്ചായി കൊണ്ടുവന്നിട്ട്. പക്ഷേ ഞാനിത് ഷേപ്പാക്കിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ പോവാന്ന്. അപ്പോൾ കല്യാണം എവിടെയാണെന്ന് പറഞ്ഞില്ല അല്ലേ. കാക്കുവിൻ്റെ അമ്മാവൻ്റെ മകൻ്റെ കല്യാണമാണ് കേട്ടോ. ഇവിടുത്തെ ഉമ്മാടെ ആങ്ങളുടെ മോൻ്റെ കല്യാണമാണ്. അപ്പോൾ നാളെയാണ് കല്യാണം കേട്ടോ, വ്യാഴാഴ്ച. അപ്പോൾ ഇന്ന് തലേ ദിവസം പോവാന്ന്. അപ്പോൾ എല്ലാവരും പോകുന്നുണ്ട് കേട്ടോ. സായിത്താത്തിയും സീനും ഉമ്മ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു, ഉച്ചക്ക് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓല് വേറെ വണ്ടിയിൽ വരുന്നുണ്ട്. നമ്മൾ കാക്കുവിൻ്റെ കൂടെയാണ് കേട്ടോ പോകുന്നത്.
അപ്പോൾ അവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ, കുറച്ചേ പോകാനുള്ളൂ. പെട്ടെന്ന് എത്തും കേട്ടോ, ഉമ്മാൻ്റെ വീട്ടിലേക്ക് അധികം ദൂരമൊന്നുമില്ല. അങ്ങനെ അതാ അവിടെ വന്ന് അവിടെ ബുറുദയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആള് എന്താ പറയുക മൂല്യരാണെന്ന് പറയില്ലേ, പുതിയാപ്പിള മൂല്യരാണ് കേട്ടോ. അവരുടെ ഉപ്പ അങ്ങനെ എല്ലാവരും മൂല്യന്മാരൊക്കെയാണ്. അപ്പോൾ അതാ വന്നേക്ക് തന്നെ ക്യാബേജും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയിട്ടുണ്ട് കേട്ടോ. കല്യാണ വീട്ടിൽ പിന്നെ പറയണ്ടല്ലോ, ആകെ ബഹളവും തിരക്കും, എന്താ പറയുക ചിരിച്ചിട്ടും പറഞ്ഞിട്ടും എന്ന് പറഞ്ഞമാതിരി നല്ല രസമല്ലേ. കല്യാണത്തിൻ്റെ ദിവസത്തിനേക്കായും രസം കല്യാണ തലേ ദിവസമല്ലേ. നമ്മൾ എല്ലാവരും കൂടി കമ്പനിയായി ചിരിച്ച് കളിച്ച് ഓരോ പണികൾ എടുക്കുമ്പോൾ അത് വേറൊരു വൈബ് തന്നെയല്ലേ. പിന്നെ അതാ നമ്മൾ മണിയറ കാണാൻ വേണ്ടി കയറിയതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് മണിയറ. അതൊക്കെ കണ്ട് പിന്നെ നമ്മൾ തിരിച്ച് താഴെ തന്നെ ഇറങ്ങി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പോന്നിക്കാന്ന് കേട്ടോ. നെയ്ച്ചോറും ചിക്കൻ കറി അച്ചാർ അതൊക്കെ ആയിരുന്നു. അപ്പോൾ അതാ അയാനക്കുട്ടിന് ഇവാനൊന്നും കാണാനായിട്ട് വന്ന് നോക്കിയതാണ്. അപ്പോൾ അവർ ഇതാ മുകളിൽ മണിയറയിൽ വന്ന് ആകെ നല്ല കളിച്ച് ബഹളാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കിടന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നാളെ അതൊക്കെ ഒന്ന് സെറ്റാക്കും. അപ്പോൾ പിന്നെ ഞാൻ അവരെയും കൊണ്ട് പിന്നെ താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയുള്ള ആരിനെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ആർക്കും വീഡിയോയിൽ വരാൻ താല്പര്യമില്ല. അവരാദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കുമ്പം ഞങ്ങളെ മുഖമൊന്നും കാണിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ നിന്നില്ല കേട്ടോ. തിരിച്ച് നമ്മളിതാ വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നാൽ പിന്നെ വൈൻഡപ്പ് ചെയ്താലോ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്